Welcome to Plus 1 Mathematics classes, Chapter 16, Probability. Axiomatic approach to probability. അടുത്ത സെക്ഷനാണിത്. പ്രോബബിലിറ്റി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ സെക്ഷനിൽ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. പ്രോബബിലിറ്റി എന്ന് പറയുമ്പം എവിടെ നമ്മൾ കേട്ടാലും ഈ പ്രോബബിലിറ്റി എന്താണ് എന്ന് ആലോചിക്കുമ്പോഴേ മനസ്സിൽ വരേണ്ട ഒരു ഫോർമുലയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് അൻ ഇവന്റ്. നമ്മൾ പറഞ്ഞു ഇവന്റ് എന്താണെന്ന് പറഞ്ഞു. ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈ റാൻഡം എക്സ്പെരിമെന്റിൽ സംഭവിക്കുന്ന സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് ഇവന്റ് എന്നൊക്കെ മാത്തമാറ്റിക്സ് ആയിട്ട് പറഞ്ഞു. ആക്ച്വലി ഇവന്റ് എന്താണ്? നമ്മൾ എങ്ങനെ വേണമെങ്കിലും ഒരു എക്സ്പെരിമെന്റിനകത്ത് ഒരു ഇവന്റ് ഡിഫൈൻ ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, 2 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് കിട്ടാവുന്ന സാമ്പിൾ സ്പേസ് 4 എണ്ണം ഉണ്ടാകും. അതൊക്കെ നമ്മൾ എഴുതിയതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ അതിനകത്ത് നമ്മളൊരു ഇവന്റ് പറയുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഒരെണ്ണം പറയുകയാണ് ഹെഡ് ഒരിക്കലും കിട്ടാതിരിക്കാനുള്ള ഇവന്റ്. ആ ഇവന്റിൽ ഹെഡ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഒറ്റ സാമ്പിൾ പോയിന്റേ ഉള്ളൂ, ടി എന്ന് പറയുന്ന സാമ്പിൾ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പം ആ ഇ ഈസ് ഈക്വൽ ടു സെറ്റ് ടി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇവന്റ് എന്താണെന്നും അറിയാം. അപ്പോൾ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റിയാണ് സാധാരണ പറയുന്നത് പി ഓഫ് ഇ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ്. ഇത് പറയുന്നത് ഡെഫിനിഷനായിട്ട് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, നമ്പർ ഓഫ് ഫേവറബിൾ, ആ വാക്ക് ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്താണ് സത്യത്തിൽ? അതെന്താണ്? സാമ്പിൾ സ്പേസിലെ എണ്ണമാണ് അല്ലെ, സാമ്പിൾ സ്പേസിലെ സാമ്പിൾ പോയിന്റ്സുകളുടെ എണ്ണം. സാമ്പിൾ സ്പേസിൽ എത്ര എലിമെന്റ്സ് ഉണ്ടോ അതാണ് ഈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ എന്ന് പറയുന്ന ഇവന്റിന്റെ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, ആ ഇവന്റിനകത്ത് എത്ര എലിമെന്റ്സ് ഉണ്ട് അത്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് ഇ ഈസ് ഈക്വൽ ടു ടി, അതായത് ഒരു ഹെഡ് പോലും കിട്ടാൻ പറ്റാത്ത ഒരു കേസ്. അതായത് സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസിൽ എത്ര എണ്ണം കാണും? നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 4 എണ്ണം. 2 കോയിനാണ് ടോസ് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് 4 എണ്ണം. അതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇവന്റ് ഒരു ഹെഡ് പോലും കിട്ടാതിരിക്കാനുള്ള ഇവന്റ് ആണ് ഇത്. അതിന് നമ്മൾ ഇത് റോസ്റ്റർ ഫോമിൽ എഴുതി, സെറ്റ് ടി എഴുതി. അപ്പോൾ ഈ പ്രോബബിലിറ്റി ഓഫ് ഇ എന്തായിരിക്കും ഈ ഒരു കേസിൽ? പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ഇ, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. ഇയിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് സാമ്പിൾ സ്പേസിൽ എത്ര എലിമെന്റ്സ് ഉണ്ട്? 4. അപ്പൊ നമുക്കിങ്ങനെ മാത്തമാറ്റിക്സ് ആയിട്ട് പ്രോബബിലിറ്റി എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്, ദാറ്റ് ഇസ് എൻ ഓഫ് ഇ, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ദാറ്റ് ഇസ് എൻ ഓഫ് എസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ എത്ര വലിയ ഫോർമുലാസ് പഠിച്ചാലും ഈ ഒരു ഇക്വേഷൻ ഓർത്തു വെക്കുക. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നത്. അടുത്ത വർഷമൊക്കെ ഉപയോഗിക്കാനുള്ള വെരി ബേസിക് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, ദാറ്റ് ഇസ് എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എക്സാമ്പിൾ ആയിട്ട് പറയാം. കൺസിഡർ ദ റാൻഡം എക്സ്പെരിമെന്റ് ദാറ്റ് 2 coins tosses once. Let E be the event, only 1 head appears. Then E is equal to. അപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇ എന്ന് പറയുന്ന ഇവന്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുന്നത് എങ്ങനെയെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ റാൻഡം എക്സ്പെരിമെന്റ് എന്താണ് ഇവിടെ? 2 coins tosses once. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിളിനകത്തുള്ളതാണ്. 2 കോയിൻ ഒരു പ്രാവശ്യം ടോസ് ചെയ്യുന്നു. എസ് കിട്ടാൻ, എസ് എന്ന് പറയുന്നത് എച്ച് ഉണ്ടാകാം, അല്ലെങ്കിൽ ടി ഉണ്ടാകാം. ഇനി ഇതൊന്നും എഴുതാതെ തന്നെ നമുക്ക് മനസ്സിൽ വരണം. ടി 4 കേസുകളുണ്ട്. അതാണ് സാമ്പിൾ സ്പേസ്. അതിനകത്ത് ഇ ഡിഫൈൻ ചെയ്യുന്നത് ഇ ബി ദ ഇവന്റ് ഓൺലി 1 ഹെഡ് അപ്പിയേഴ്സ്, ഒരു ഹെഡ് മാത്രം അപ്പിയർ ചെയ്യുന്ന കേസസ് 2 എണ്ണമാണ്. നമുക്ക് ഇ എഴുതാം, ടി ആൻഡ് ടി. പിന്നെ ഇനിയുള്ള എക്സ്പെരിമെന്റുകൾ അങ്ങോട്ട് പോകുന്തോറും ഈ സാമ്പിൾ സ്പേസ് എഴുതാതെ തന്നെ നമുക്ക് ആ ഇവന്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് എഴുതാനുള്ള കഴിവുണ്ടാവണം.
ഓക്കെ, അപ്പോൾ ഇനി അതിന്റെ പ്രോബബിലിറ്റി ഒന്ന് പറയാൻ നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ഇ, പ്രോബബിലിറ്റി ഓഫ് എനി ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറഞ്ഞാൽ എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ ആ ആ ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ സാമ്പിൾ സ്പേസിന്റെ എണ്ണം എൻ ഓഫ് എസ്. ദാറ്റ് ഈസ് എൻ ഓഫ് ഇ എത്രയാണ്? 2 അല്ലെ, 2 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, അതിന്റെ സാമ്പിൾ സ്പേസിലെ എണ്ണം 4. 2/4 ആണ് ആ പ്രോബബിലിറ്റി വരുന്നത്. ദാറ്റ് ഈസ് 1/2. 1/2 ഇസ് ദ റിക്വയർഡ് പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നാണ് ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. റിമാർക്കായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏത് ഇവന്റ് ആണെങ്കിലും അതിന്റെ പ്രോബബിലിറ്റി, ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് നെഗറ്റീവ് നമ്പേഴ്സ് ഒന്നും വരാൻ പാടില്ല, 0 ആവാം, ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1ൽ ചെറുതുമായിരിക്കും. നമുക്ക് ഇത് രണ്ടും കൂടി ചേർത്തെന്ന് എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് ഇ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. രണ്ടാമത്തെ കേസ് പ്രോബബിലിറ്റി ഓഫ് എസ്. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഇൻ ദിസ് ഇവന്റ്, ദാറ്റ് ഇസ് എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ പി ഓഫ് എസിൻ്റെത് എൻ ഓഫ് എസ്, പി ഓഫ് ഇയുടേത് എൻ ഓഫ് ഇ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. പി ഓഫ് എസിൻ്റെത് എൻ ഓഫ് എസ് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ അത് 1 എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി ഉള്ളത് ഷുവർ ഇവന്റ് ആണ്. ഷുവർ ഇവന്റ് എസ് ഹാപ്പൻ ചെയ്യാനുള്ള, അതായത് 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എസ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി, ആ എസ് മൊത്തം നമുക്ക് കിട്ടും അല്ലെ. അപ്പോൾ ഷുവർ ആയിട്ട് ഹാപ്പൻ ചെയ്യും, അതിന്റെ പ്രോബബിലിറ്റി ഷുവർ ആണ്. പി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി എല്ലായ്പ്പോഴും 1 ആയിരിക്കും. അതുപോലെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ ആണ് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമ്പറിന്റെ കേസ് വെച്ച് നമ്മൾ പഠിച്ചു. ഇതിനെ എല്ലാ ടേംസിനെയും ഒരു ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് എന്ന് എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ഇവിടെ ഒരു എൻ ഓഫ് എസ്, ഇവിടെ ഒരു എൻ ഓഫ് എസ്. എല്ലാത്തിനെയും എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വാല്യൂനൊന്നും വ്യത്യാസം വരുന്നില്ല അല്ലെ. രണ്ട് സൈഡിലും നമ്മൾ എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓരോ ടേമിനെയും എൻ ഓഫ് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഈ ഒരു എൻ ഓഫ് എ യൂണിയൻ ബി ബൈ എൻ ഓഫ് എസ് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ബേസിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം അല്ലെ. പ്രോബബിലിറ്റി ഓഫ് ഇ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞ് പഠിച്ചത് ആ നമ്പർ ഓഫ് ആ ഇക്കകത്ത് എത്രയുണ്ട് ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. അപ്പൊ എൻ ഓഫ് ഇ ബൈ എൻ ഓഫ് എസ് പ്രോബബിലിറ്റി ഓഫ് ഇ ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ബൈ എൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതായത് നമ്മൾ ആ നമ്പർ മാറ്റിയിട്ട് പ്രോബബിലിറ്റി ആയിട്ട് ഈ ഇക്വേഷനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ ആണ്. ഇത് റിസൾട്ട് എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. രണ്ടാമത്തെ റിസൾട്ട്, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ദെൻ എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ് അല്ലെ. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആവുന്ന കേസിനെയാണ് എയും ബിയും നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് നമ്പർ ഓഫ് ദിസ് വൺ. നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒന്നും ഇല്ല എന്നാണ് മീനിങ്. നൾ സെറ്റിനകത്ത് ഒന്നുമില്ല. അപ്പം അത് 0 ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ് ആണ്. എന്തായാലും എൻ ഓഫ് എസ് എന്തായാലും 0 ഡിവൈഡ് ബൈ എൻ ഓഫ് എസ് എന്ന് പറയുന്നത് ആൻസർ ഈസ് 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ നമുക്ക് പറയാം എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? പി ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇത്രയും നമുക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി മൂന്നാമത്തെ റിസൾട്ട് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. ഈ നോട്ട് എ എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് സാധാരണ നമ്മളൊരു എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എഴുതുന്നത് യു മൈനസ് എ ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്, എയിലില്ല. അത് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്ന പ്രോബബിലിറ്റിയിലോട്ട് വരുമ്പോൾ സാമ്പിൾ സ്പേസ് ആയി മാറും. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് മൈനസ് എ ആണ്. അപ്പൊ നോട്ട് എയുടെ പ്രോബബിലിറ്റി എടുക്കുമ്പോൾ പി ഓഫ് എസ് മൈനസ് പി ഓഫ് എ. പി ഓഫ് എസ് നമുക്കറിയാം 1 ആണ്. 1 മൈനസ് പി ഓഫ് എ, ദാറ്റ് ഈസ് പി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ എ ഡാഷ് ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ എന്ന് പറയാം. നാലാമത്തെ റിസൾട്ട് പി ഓഫ് എ മൈനസ് ബി
is equal to P of A minus P of A intersection B, അല്ലെങ്കിൽ ഇതേ റിസൾട്ട് തന്നെ P of A union B minus P of B. ഇത് നമുക്ക് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു വെൻ ഡയഗ്രാം വെച്ച് നമുക്ക് ഇതൊന്ന് നോക്കാം കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് P of A minus B എഴുതാം. അപ്പം വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്തല്ലേ, ഒരു എന്താണ് യൂണിവേഴ്സൽ സെറ്റിന് ആദ്യം ഒരു റെക്റ്റാങ്കിൾ ഫോമിൽ മാർക്ക് ചെയ്യുക, പിന്നെ 2 ഓവർലാപ്പ് ചെയ്യുന്ന സർക്കിൾസ്, എയും ബിയും 2 സെറ്റുകൾ. അപ്പോൾ ഇവിടെ നമ്മൾ എയും ബിയും ഒക്കെ മാർക്ക് ചെയ്തു. എയും ബിയും എ മൈനസ് ബി ആണ് വേണ്ടത്. എ മൈനസ് ബി എന്ന് പറയുമ്പം എ മൈനസ് ബി, എയിൽ നിന്നും ബി മൈനസ് ചെയ്ത് മാറ്റുക. അപ്പോൾ ഈ ഒരു പോർഷൻ മാത്രമേ വരുള്ളൂ. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. പി ഓഫ് എ മൈനസ്, എയിൽ നിന്ന് ബി മൈനസ് ചെയ്യുന്നതിന് പകരം എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്തിരിക്കുന്നത്, അതും കറക്റ്റ് ആണ് അല്ലെ. പി ഓഫ് എയിൽ നിന്നും എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്തതും ബി മൈനസ് ചെയ്യുന്നതും ഒരേപോലെ തന്നെയാണ്. അത് ആ പോർഷൻ ഈ പോർഷൻ അങ്ങ് മാറ്റിയെടുത്തു. അതുപോലെ പി ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത്, അതായത് ഇത് തന്നെ ഈ ഒരു ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ നമുക്ക് ഇങ്ങനെ എഴുതാം. പി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇവിടെയും എവിടെയൊക്കെ ഉണ്ടാകും, ഇത് മൊത്തമാണ് എ യൂണിയൻ ബി. ഇതിനകത്തുനിന്ന് എത്രയാണ് മാറ്റുന്നത്? ബി മൊത്തത്തിൽ മാറ്റുന്നു. ബി എന്ന് പറഞ്ഞാൽ ഈ 2 പോർഷൻ ബി മൊത്തത്തിൽ മാറ്റിയാൽ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഷെയ്ഡഡ് റീജിയൻ കിട്ടും. അപ്പൊ ഇത് 2 ആ റിസൾട്ട് വെൻ ഡയഗ്രാം വെച്ചുകൊണ്ട് ഈ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ എ മൈനസ് ബി എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് വെൻ ഡയഗ്രാം വെച്ച് ഇത് പറയുകയും ചെയ്യാം, പല രീതിയിലും പറയാം അല്ലെ. അപ്പം ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുക. അടുത്ത റിസൾട്ട്, പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, അതായത് 2ന്റെ കോംപ്ലിമെന്റിന്റെ ഇന്റർസെക്ഷൻ. ഇത് നമുക്ക് ഡി മോർഗൻസ് ലോ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് മാത്രം, പ്രോബബിലിറ്റി കൂടെ കിടക്കട്ടെ, എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ് ഡി മോർഗൻസ് ലോ ഉപയോഗിച്ച് പഠിച്ചു വെച്ചിരിക്കുന്നത് എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ ബാക്കി ഒന്നും മാറ്റം വരുത്തില്ല. പ്രോബബിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ട്, ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്. എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷിന് പകരം എ യൂണിയൻ ബി ദ ഹോൾ ഡാഷ് അത് എഴുതി വെച്ചു. ഇനി നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം പി ഓഫ് എ ഡാഷ് എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് എ ആണ്. അപ്പൊ അതുപോലെ നോക്കുവാണെങ്കിൽ ഇവിടെ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ 5ാമത്തെ റിസൾട്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു 6ാമത്തെ റിസൾട്ട് ഉണ്ട്. അതായത് അടുത്ത പാർട്ട്, ഡി മോർഗൻസ് ലോ ഉപയോഗിച്ച് വരുന്ന അടുത്ത പാർട്ട് എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. ഇതിന് നമുക്ക് ഒരുമിച്ച് കോംപ്ലിമെന്റ് എഴുതുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ ഡാഷ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ 2 റിസൾട്ടും കൂടി പഠിക്കുക. Exercise 16.3. Which of the following cannot be valid assignment of probabilities for outcomes of sample space S is equal to W1, W2, etc. to W7. അപ്പോൾ 7 എണ്ണമുള്ള ഇവന്റുകളുള്ള അല്ലെങ്കിൽ 7 സാമ്പിൾ പോയിന്റുകളുള്ള ഒരു സാമ്പിൾ സ്പേസ് എസ് തന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ കുറച്ച് പ്രോബബിലിറ്റീസും തന്നിട്ടുണ്ട്. അതിനകത്ത് അത് വാലിഡ് ആയത് ഏത് എന്നാണ് ചോദ്യം. അതായത് എ എന്ന് പറയുന്ന ഒരു അസൈൻമെന്റിൽ W1ൻ്റെയൊക്കെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അത് പി ഓഫ് W1 എന്ന് പറയുന്നത് 0.1 ആണ്. അങ്ങനെ കുറച്ച് നമ്പേഴ്സ് എക്കകത്ത് ആ ഒരു 7 എണ്ണത്തിനും നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ബി എന്ന് പറയുന്ന അസൈൻമെന്റിലും ഓരോന്നിനും പ്രോബബിലിറ്റീസ് ഉണ്ട്. അതിനകത്ത് ഈ ഓരോ സെറ്റിലും എ തൊട്ട് ഈ വരെയുള്ള അസൈൻമെന്റിൽ പ്രോബബിലിറ്റീസ് വാലിഡായി വരുന്ന കേസ് ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ വാലിഡിറ്റി നോക്കുവാണെങ്കിൽ പ്രോബബിലിറ്റിയുടെ കാര്യങ്ങൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചിരുന്നു. പ്രോബബിലിറ്റി എപ്പോഴും 0ൽ കൂടുതലായിരിക്കും, പ്രോബബിലിറ്റി എപ്പോഴും 1ൽ താഴെയായിരിക്കും, അതുപോലെ സാമ്പിൾ സ്പേസിൻ്റെ പ്രോബബിലിറ്റി 1 ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി നമ്മൾ ഇതിന് ആൻസർ എഴുതാം. അപ്പോൾ ഇതിന് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ പ്രോബബിലിറ്റിയുടെ വാല്യൂ 1ൽ കൂടുതലുണ്ടോ എന്ന് നോക്കാം, 0ൽ താഴെ ഉണ്ടോ നോക്കാം. 0ൽ താഴെ എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ടോ നോക്കാം. പിന്നെ 3ാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓരോ പ്രോബബിലിറ്റിയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം? 7 എണ്ണം ആഡ് ചെയ്തെടുത്ത് പ്രോബബിലിറ്റി ഓഫ് എസ് ആകണം. പ്രോബബിലിറ്റി ഓഫ് എസ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഈ 7 പ്രോബബിലിറ്റീസിൻ്റെ 7 ഇവൻസിൻ്റെയും W1 to W7 വരെയുള്ള ഇവൻസിൻ്റെ പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരണം? 1 വരണം. അങ്ങനെ ഈ 3 കണ്ടീഷൻസും ചെക്ക് ചെയ്യാം. അപ്പോൾ എ എന്ന് പറയുന്ന അസൈൻമെൻറ്റിൽ ഒന്ന് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് 1ൽ കൂടുതലും വരുന്നില്ല, 0ൽ താഴെയും പോകുന്നില്ല, അതായത് നെഗറ്റീവ് വാല്യൂസ് ഒന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം.
ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഫസ്റ്റ് അസൈൻമെൻറ്റിൽ എയിലെ പ്രോബിലിറ്റീസിൻ്റെ വാല്യൂസ് W1 മുതൽ W7 വരെയുള്ള വാല്യൂസ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 1 കിട്ടും. ആഡ് ചെയ്തുകൊണ്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴും 1 കിട്ടും. അപ്പോൾ 3 കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. അതായത് 0 എല്ലാ പ്രോബിലിറ്റീസ്, ഓരോ പ്രോബിലിറ്റീസും 0യിൽ കൂടുതലാണ്, ഓരോ പ്രോബിലിറ്റീസും 1ൽ കുറവുമാണ്. അതുപോലെ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടുന്നു, സാമ്പിൾ സ്പേസിൻ്റെ പ്രോബിലിറ്റി കിട്ടുന്നു. അതുകൊണ്ട് അസൈൻമെൻറ്റ് എ ഈസ് വാലിഡ് എന്ന് പറയാം. അതുപോലെ അസൈൻമെൻറ്റ് ബി നോക്കാം. അവിടെയും നെഗറ്റീവ് നമ്പേഴ്സ് ഇല്ല, ഒന്നിൽ കൂടുതലുള്ള നമ്പേഴ്സ് ഇല്ല. 1/7 + 1/7 + 1/7 അങ്ങനെ 7 പ്രാവശ്യം 7/7 കിട്ടും. അത് 1 ആകണം. അപ്പോൾ അത് രണ്ടാമത്തെ അസൈൻമെൻറ്റായ ബിയും എന്താണ്, വാലിഡ് ആണ് എന്ന് പറയാം. ഹെൻസ് ഗിവൻ അസൈൻമെൻറ്റ് ഈസ് വാലിഡ്. സി അസൈൻമെൻറ്റ് സിയിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ അവിടെയും ഒന്നും 0യിൽ കുറവില്ല, അതുപോലെ 1ൽ കൂടുതലില്ല. അത് 2 കണ്ടീഷൻസ് ഓക്കെ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 0.12 + 1 3 3 6 6 + 4 10. ഇവിടെ വരെ വരുമ്പോഴേ 1 ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്തായാലും 1ൽ കൂടുതൽ പാവും. അപ്പോൾ 1 ആകാവൂ, 1 എന്ന നമ്പറേ ആകാവൂ. അതുകൊണ്ട് ആ മൂന്നാമത്തെ കണ്ടീഷനോടെ വയലേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ദ അസൈൻമെൻറ്റ് സി ഈസ് നോട്ട് വാലിഡ്. ഓക്കെ. അപ്പോൾ ഡി എന്ന് പറയുന്ന അടുത്ത അസൈൻമെൻറ്റ്, അതിൽ ഏതാണ്ട് W1-ഉം W5-ഉം എന്താണ്, അതിൻ്റെ പ്രോബിലിറ്റി നെഗറ്റീവാണ്, 0യിൽ താഴെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരാൻ പാടില്ല. അതുകൊണ്ട് ആ ഡി എന്ന് പറയുന്ന അസൈൻമെൻറ്റ് തന്നിരിക്കുന്ന പ്രോബിലിറ്റീസ് ഇസ് നോട്ട് വാലിഡ്. ലാസ്റ്റ് വൺ ഇയിൽ എല്ലാം പോസിറ്റീവാണ്, പക്ഷേ എല്ലാം 1ൽ കുറവുമാണ്. ഇവിടം വരെ 1ൽ കുറവാണ്. പക്ഷേ ലാസ്റ്റ് വരുന്ന 15/14 എന്ന് പറഞ്ഞ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണ്, 1ൽ കൂടുതലാണ് അല്ലേ, 1 പോയിന്റ് സംതിങ് വരും. അത് വാലിഡ് അല്ല. കാര്യം പ്രോബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും, ഒരു സിംഗിൾ പ്രോബിലിറ്റി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് ആൻസർ എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. നമുക്കറിയാം എൻ്റെ സാമ്പിൾ സ്പേസ് ഒക്കെ എഴുതാൻ. ഓർ ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ ഒക്കേഴ്സ്. ഒറ്റ ടെയിലെങ്കിലും ഒക്കേർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്താണ്? അത് ആ ഇവൻ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് അതൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് നമുക്ക് ഇതുപോലെ പ്രോബിലിറ്റിയുടെ ഇക്വേഷൻ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഫേവറബിൾ കേസ് ഡിവൈഡഡ് ബൈ n of s, നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്, അത് വെച്ചുകൊണ്ട് നമുക്ക് ആ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതി നോക്കാം. സാമ്പിൾ സ്പേസ് നമുക്ക് അറിയാം, ദ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ് അല്ലേ. S is equal to HH, HT, TH, TT. ഇതാണ് സാമ്പിൾ സ്പേസ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയണം, ട്വൈസ് ആണെങ്കിൽ 1/2 × 2 × 2 ആണ് അതിൻ്റെ നമ്പർ എന്ന് നമുക്കറിയാം. 2⁻² ആണ് നമ്പർ എന്ന് നമുക്കറിയണം. What is the probability that at least 1 tail occurs? Let E be the event. Let E be the event. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്നതിനെ ഒരു ഇവൻ്റ് E ആക്കി അങ്ങ് ഡിഫൈൻ ചെയ്യാം. E be the event that at least 1 tail occurs. At least 1 tail occurs. അപ്പം നമുക്ക് ആ E എന്ന ഇവൻ്റ് ഒന്ന് റോസ്റ്റർ ഫോമിൽ എഴുതാം. ഈ പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, ഒരു ടെയിലെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പം ഫസ്റ്റ് കേസ് നമുക്ക് എടുക്കാൻ പറ്റില്ല, അടുത്ത എടുക്കാം, HT, TH എടുക്കാം, TT എടുക്കാം. അറ്റ്ലീസ്റ്റ് 1 ടെയിൽ, ഒരു ടെയിലെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഇവൻ്റാണത്. അതുകൊണ്ട് നമുക്കതിനെ റോസ്റ്റർ ഫോമിൽ എഴുതിയപ്പോൾ ഇങ്ങനെ വന്നു. ഓക്കെ. ഇനി അതിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഓഫ് E ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ അറിയാം, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് outcomes in sample space, that is n of s. n of E എത്രയാണ് വന്നത്? 3 ആണ്. 3 പേരുണ്ട്. 3 divided by 4. അപ്പോൾ 3/4 is the required probability. A die is thrown. Find the probability of following events. A prime number will appear. അപ്പോൾ a die is thrown. അപ്പോൾ എന്താണ് അവിടെ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ഡൈ എറിയുന്നു. അപ്പോൾ സാമ്പിൾ സ്പേസ് 1 to 6 അല്ലേ. S is equal to നമ്മൾ എഴുതിയതാണ് ഇതൊക്കെ കഴിഞ്ഞ എക്സസൈസിൽ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴുള്ള സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1 2 3 4 5 6. ഇതാണ് സാമ്പിൾ സ്പേസ്. അതിനകത്ത് 6 നമ്പേഴ്സും ഉണ്ട്, 6 എലിമെൻസും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് അല്ല, ഒരു 5 ഇവൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 5 ഇവൻറ്റ്സിൻ്റെയും പ്രോബബിലിറ്റി എഴുതണം. എ പ്രൈം നമ്പർ വിൽ അപ്പിയർ, അത് നമുക്ക് E ആയിട്ട് എടുക്കുവാണെങ്കിൽ ലെറ്റ് E ബി ദ ഇവൻറ്റ് ദാറ്റ് എ പ്രൈം നമ്പർ വിൽ അപ്പിയർ എന്ന് എഴുതിയിട്ട് E is equal to പ്രൈം നമ്പർ ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് എടുക്കാം. പ്രൈം നമ്പർ ഏതൊക്കെയാണ്? 2 3
ആൻഡ് 5 അല്ലേ. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. 2, 3, 5 ഇതാണ് ഇ വരുന്നത്. അതിൻ്റെ പ്രോബബിലിറ്റി പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ഈക്വൽ ടു ഇക്കകത്ത് എത്ര പേരുണ്ട്? 3 പേര്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ total number of space, total number of 6, that is 1/2. So this is the probability that the prime number will appear on when a die is thrown as random experiment. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 will appear. അതാണ് നമ്മൾ ഇവിടെ E1 എടുക്കാം. അടുത്ത E2 ആയിട്ട് അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രോബിലിറ്റി ഓഫ് E1 എന്താ? നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, 6 വരെ വരാം അല്ലേ. പ്രോബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് എത്ര വരും? ഇപ്പം 4 എണ്ണമാണ് അതിനകത്തുള്ളത്. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് 4 ആണ്. 4 ഡിവൈഡഡ് ബൈ 6. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എപ്പോഴും ഒരു ആക്ടിവിറ്റിക്ക് സെയിം ആയിരിക്കും, ഒരു എക്സ്പെരിമെൻറ്റിന് സെയിം തന്നെ ആയിരിക്കും. 4/6 ആണ്, ദാറ്റ് ഈസ് 2/3. 2/3 ഈസ് ദ റിക്വയർഡ് പ്രോബിലിറ്റി. അടുത്തത് നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വിൽ അപ്പിയർ. E3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈക്വൽ ടു 1 ഉണ്ട്, ദാറ്റ് ഈസ് ഒരു 1 ഉണ്ട്. അതിന് താഴെ ഉള്ള എലിമെൻറ്റ്സ് എസ്സിലൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് E3 എന്ന് പറയുന്നത് 1 എടുക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് പ്രോബിലിറ്റി ഓഫ് E3 ഈക്വൽ ടു 1/6. നാലാമത്തത്, എ നമ്പർ മോർ ദാൻ 6 വിൽ അപ്പിയർ. അത് നമുക്ക് E4 ആക്കി എടുക്കാം. E4നകത്ത് എന്ത് എഴുതാൻ പറ്റും? എ നമ്പർ മോർ ദാൻ 6, 6ൽ കൂടുതലുള്ള നമ്പർ. അതിനങ്ങനെ ഒന്നൊരു സാമ്പിൾ സ്പേസിൽ നമ്പർ ഇല്ല അല്ലേ. അപ്പോൾ അത് നൾ സെറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് നൾ സെറ്റിൻ്റെ സിമ്പിൾ ഇട്ട് കൊടുക്കാം. E4 is equal to this one. Probability of E4, നൾ സെറ്റിൻ്റെ പ്രോബിലിറ്റി എത്ര വരും? 0 വരും. ദാറ്റ് ഈസ് അതിനകത്ത് ഒന്നുമില്ല, നമ്പർ എഴുതാൻ നേരത്ത് 0. 0 ഡിവൈഡഡ് ബൈ 6 എന്നായിരിക്കും. ദാറ്റ് ഈസ് ദ ആൻസർ ഈസ് 0. പ്രോബിലിറ്റി ഇല്ല. അഞ്ചാമത്തെ കേസ്, നമ്പർ ലെസ് ദാൻ 6 വിൽ അപ്പിയർ. ലെസ് ദാൻ 6 എന്ന് പറയുന്നത് നമുക്ക് E5 ആയിട്ട് എടുക്കാം. ലെസ് ദാൻ 6 6ൽ ചെറുത് എവിടെ തൊട്ടുള്ളതാണ്? 1, 2, 3, 4, 5 5 എണ്ണം അല്ലേ. 6ൽ ചെറുത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നെങ്കിൽ 6ഉം കൂടെ എഴുതിയേനെ. അപ്പം 5 ആണിത്, 5 എണ്ണം ഉണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി അല്ല, E5 is equal to എന്നാണ് പറഞ്ഞാണ് എഴുതുന്നത്. ഓക്കെ, E5 എഴുതിയിട്ട് പ്രോബബിലിറ്റി എഴുതുമ്പോഴാണ് പ്രോബബിലിറ്റി ഓഫ് E5 is equal to എന്ന് എഴുതുമ്പോഴാണ് അതിൻ്റെ നമ്പർ എഴുതുന്നത്. 5 ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിൽ ടോട്ടൽ, ദാറ്റ് ഈസ് 6. 5/6 is the required probability. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാർഡ് ഈസ് സെലക്റ്റഡ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. അപ്പോൾ ഒരു കാർഡ് പ്രോബ്ലം ആണിത്. കാർഡ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മളൊരു പാക്കറ്റിനകത്ത് നിന്ന് കാർഡ് എടുക്കുന്ന ആ ഒരു കേസ്. അപ്പോൾ ആ പാക്കറ്റിൻ്റെ അതൊരു നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്നതും അതുപോലെ ഡൈ ടോസ് ചെയ്യുന്നതും ഒക്കെ അതുപോലെയൊക്കെ ഉള്ളൊരു ബേസിക് ഒരു പ്രോബ്ലമാണ് കാർഡ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാർഡിനകത്ത് ഒരു പാക്കറ്റിൽ 52 കാർഡാണ്. അപ്പോൾ പറഞ്ഞിരുന്നാലും ഇല്ലെങ്കിലും നമുക്ക് ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 52 കാർഡ്സാണ്. അപ്പോൾ ആ കാർഡിനെ പറ്റി ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ കാർഡ് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കാർഡിനകത്ത് ഇങ്ങനെ 4 ചിഹ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാർഡ്സ് ഒരു പാക്കറ്റിൽ ഇപ്പോൾ പറഞ്ഞു ടോട്ടൽ 52 കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ കാർഡ്സിനകത്ത് ഓരോ ചിഹ്നങ്ങളെങ്കിലും കാണും അല്ലേ. അപ്പോൾ ക്ലബ്, ഹാർട്ട്, സ്പേഡ്, ഡയമണ്ട് എന്നിങ്ങനെ 4 തരം ചിഹ്നങ്ങളുണ്ടാകും. ഹാർട്ടും ഡയമണ്ടും ഓൾവേസ് ബി ഇൻ റെഡ്, എപ്പോഴും അത് റെഡ് കളറിലേ കാണുള്ളൂ. അതുപോലെ ക്ലബ്, സ്പേഡും എപ്പോഴും ബ്ലാക്ക് കളറിലേ ഉണ്ടാവുള്ളൂ. ഇപ്പം 1 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ ഈ 4 കളേഴ്സിൽ 4 ചിഹ്നങ്ങളിലുണ്ടാകും. 4 കാർഡ് ഉണ്ടാവും 1 എന്നുള്ള നമ്പർ. 1 അല്ല അവിടെ വരുന്നത്, എയ്സ് എന്നുള്ള രീതിയിലാണ്. 1 എന്ന് പറഞ്ഞ നമ്പർ കാർഡിനകത്തില്ല, എയ്സിനകത്താണ് ഈ 4 കളറും ഉണ്ടാകും, 4 ചിഹ്നങ്ങളും ഉണ്ടാകും. അപ്പം 2 എന്നുള്ള നമ്പർ ആണെങ്കിൽ ഈ 4 ചിഹ്നത്തിലും ഓരോ 2 എന്നുള്ള നമ്പറുള്ള കാർഡ് ഉണ്ടാവും. അപ്പോൾ 2 ബ്ലാക്ക് കാർഡും 2 റെഡ് കാർഡും എന്ന് പറയാം. റെഡ് കളറിലെ 2 നമ്പറുള്ള 2 കാർഡ്, അതുപോലെ ബ്ലാക്ക് കളറിൽ 2 എന്ന നമ്പറിലുള്ള 2 കാർഡ്. അപ്പോൾ ഏതൊരു നമ്പർ ഇതുപോലെ എടുത്താൽ, ഇപ്പോൾ 7 എന്ന് പറഞ്ഞ നമ്പർ എടുത്താൽ നമുക്ക് അതിനകത്ത് 4 7 നമ്പേഴ്സ് ഉള്ള കാർഡ് കാണാൻ പറ്റും. അതിനകത്ത് 2 എണ്ണം ഈ ഷേപ്പിൽ, ഈ ക്ലബും സ്പേഡിലെയും ഓരോ ഷേപ്പിലും, അതുപോലെ ഹാർട്ടും ഡയമണ്ടിലെയും ഓരോ ഷേപ്പിൽ 7 എന്നുള്ള പേരുള്ള കാർഡ്, നമ്പർ കാർഡ് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫേസ് ഉള്ള കാർഡ്, അതാണ് ഫേസ് കാർഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യൂൻ, കിങ്, ജാക്ക്. അപ്പോൾ അതിൽ തന്നെ ഒരെണ്ണം തന്നെ 4 എണ്ണം ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞ നമുക്ക് 4 സിമ്പലിൽ ഓരോ സിമ്പലിലും ഓരോന്നും
അതിനകത്ത് റെഡും ബ്ലാക്കും ചോദിക്കുകയാണെങ്കിൽ 2 കിങ് റെഡ് ആയിരിക്കും, 2 കിങ് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതും അങ്ങനെ 3 കാർഡ് കാണും. അപ്പം ടോട്ടൽ നമുക്ക് എത്ര ഫേസ് കാർഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റും അല്ലേ? ഓരോന്നും 4 എണ്ണം വീതം, അങ്ങനെ 3 ഫേസ് കാർഡ്, 4 × 3 12 ഫേസ് കാർഡുകളുണ്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് ഈ ജോക്കർ എന്നൊക്കെ പറയുന്നത് ഒഫീഷ്യലായിട്ടൊന്നും വരുന്നതല്ല. ഒഫീഷ്യലായിട്ട് നമുക്ക് 52 എണ്ണമേ ഉള്ളൂ. 52 ഇത്രയൊക്കെയാണ് കണ്ടീഷൻസ്. 1 മുതൽ 10 വരെയുള്ള കാർഡുകൾ, പിന്നെ ഈ ഫേസ് കാർഡായ 12 എണ്ണം. ഓക്കെ, 1 എന്ന് പറയുന്നത് എയ്സ് എന്നാണ്, ACE എയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് കാർഡ് പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ടോട്ടൽ 52 എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ടോട്ടൽ 52 ആണ് എടുക്കേണ്ടത്. അടുത്ത വർഷവും +2ൻ്റെ പ്രോബബിലിറ്റിയിൽ പഠിക്കുമ്പോഴും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതുപോലെ കാർഡ് പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോഴും ഇതുപോലെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. A card is selected from a pack of 52 cards. ഒരു കാർഡ് 52 കാർഡ് ഇരിക്കുന്ന ഒരു പെട്ടിയിൽ നിന്നും ഒരു കാർഡ് സെലക്ട് ചെയ്യുകയാണ്. How many points are there in the sample space? എന്തൊക്കെ സാമ്പിൾ സ്പേസിൽ നമുക്ക് എഴുതാം? എത്ര പോയിന്റ്സ് സാമ്പിൾ സ്പേസിൽ ഉണ്ടാകും? N(s) ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ കാർഡ് എടുക്കാം അല്ലേ? ഇപ്പം നേരത്തെ പറഞ്ഞ കണക്ക് 6 പോസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ 1, 2, 3, 4, 6 നമ്പർ ഓഫ് സാമ്പിൾ സ്പേസസ് ഈക്വൽ ടു 6 എന്ന് പറയാം. ഇവിടെ 52 എണ്ണം ഉണ്ട്. അപ്പോൾ അന്ന് നമുക്ക് കേളി ബ്രാക്കറ്റ് ഇട്ട് ഓരോ കാർഡിൻ്റെ പേരും വെച്ച് എഴുതിയൊന്നും വേണ്ട. നമ്പർ ഓഫ് എസ് എത്രയാണെന്നാണ് ചോദ്യം, എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ പറയാം? N(s) ഈക്വൽ ടു 52. നമ്മൾ ആ 52-ൽ നിന്ന് ഒരു കാർഡാണ് എടുക്കുന്നത്. അതാണ് അവിടെ അവിടെ റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ട് പറയുന്നത്. എക്സ്പെരിമെൻ്റ് അതാണ്, പക്ഷേ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 52 ആണ്. നമ്പർ ഓഫ് സാമ്പിൾ സ്പേസസ് ഈക്വൽ ടു 52. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ ഏസ് ഓഫ് സ്പേഡ്സ്. അപ്പോൾ ദ ഏസ് ഓഫ് സ്പേഡ് എടുക്കുന്ന കാർഡ്, നമ്മൾ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എ കാർഡ് ഈസ് സെലക്ടഡ്. ഒരു കാർഡാണ് 52 കാർഡിൽ നിന്ന് എടുക്കുന്നത്. ആ എടുക്കുന്ന കാർഡ് ഏസും ആയിരിക്കണം, സ്പേഡും ആയിരിക്കണം. ഏസ് ഓഫ് സ്പേഡ്സ് എന്ന് വെച്ചാൽ 2 ആയിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു ഒരു നമ്പർ, ഇപ്പോൾ 8 എന്ന് പറയുന്ന നമ്പറിലുള്ളത് 4 ചിഹ്നങ്ങളുള്ളതുണ്ട്. എന്തൊക്കെയാണ്? ക്ലബ്സ്, സ്പേഡ്, ഹാർട്ട്, അതുപോലെ ഡയമണ്ട്. അപ്പോൾ ഈ 4 ഷേപ്പുകളിലുള്ളതുണ്ട്. അത് ഓരോന്നേ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ക്ലബ്സും ആയിരിക്കണം, 8ഉം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒരെണ്ണവേ കാണും, ഒറ്റ കാർഡേ കാണും. അതുപോലെ തന്നെ എയ്സും ആയിരിക്കണം, സ്പെയ്ഡും ആയിരിക്കണം. അങ്ങനെ ഒറ്റ കാർഡേ ഉള്ളൂ. എയ്സ് തന്നെ 4 എണ്ണം ഉണ്ട്, പക്ഷെ 4 എണ്ണവും 4 ചിഹ്നത്തിലുള്ളതാണ്. ഒരെണ്ണം സ്പെയ്ഡ്, ഒരെണ്ണം ക്ലബ്, ഹാർട്ട്, ഡയമണ്ട്. അപ്പോൾ എയ്സ് ഓഫ് സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാർഡേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം let E be the event that the card is an ace of spades എന്നൊക്കെ എഴുതി കൊടുത്തിട്ട് N of E എന്ന് പറയുന്നത് അവിടെ ഒരെണ്ണവേ വരുള്ളൂ. N of E is equal to 1. Probability of E is equal to 1 by total number എത്രയാണ്? 52. 1 by 52 is the required probability. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെ 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് an ace. കാർഡ് ഈസ് എ ബ്ലാക്ക് കാർഡ്. അത് കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ കാർഡ് ഈസ് ആൻ എയ്സ്. അത് ആദ്യം ചെയ്യാം. നമുക്ക് എയ്സ് ആവാനുള്ള ചാൻസ് നമുക്കൊരു E2 be the event. E2 be the event such that the card is an ace. ആ കാർഡ് ഒരു എയ്സ് ആയിരിക്കുന്നതാണ് E2 എന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് E2 എന്താണ്? N ഓഫ് E2 എന്താണെന്ന് നോക്കാം. N of E2 is equal to, അതായത് E2 എന്ന് പറഞ്ഞാൽ കാർഡ് എയ്സ് ആകാനുള്ള എല്ലാ ആ പ്രോബബിലിറ്റീസ്, ആ ഒരു ഇവന്റ്സ് എന്തൊക്കെ നമ്മൾ സാമ്പിൾ സ്പേസ് ചെയ്യുന്നത് എടുക്കും. സാമ്പിൾ സ്പേസ് 52 കാർഡുകളാണ്. അതിനകത്ത് അത് നമുക്ക് എടുക്കുന്ന കാർഡ് എയ്സ് ആകാനുള്ള ഒരു ഇവന്റ് ആണ് E2. എടുക്കുന്നതൊക്കെ ഈ എയ്സ് ആയിരിക്കണം. അങ്ങനെ 4 എയ്സ് ആണുള്ളത് അല്ലെ? എയ്സ് 4 എണ്ണം. അപ്പൊ നമ്പർ ഓഫ് E2 എന്ന് പറഞ്ഞ് നമുക്ക് എത്ര എഴുതാം? 4 എഴുതാം. അപ്പൊ പിന്നെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് E2 is equal to 4 by total number of favorable N of E2 by N of S ആണ് equation. 4 by 52. That is 1 by 13. Okay, which is the required probability. The first question answer ആണ്. രണ്ടാമത്തേത് എടുക്കുന്ന കാർഡ് ബ്ലാക്ക് കാർഡ് ആകാനുള്ള ചാൻസ് ആണ്. E3 be the event. Let E3 be the event such that the card is black.
the card is black. അപ്പോൾ നമ്മൾ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ കാർഡിനെ പറ്റി പറഞ്ഞപ്പം പറഞ്ഞിരുന്നു. ഇതിനകത്ത് പകുതി ബ്ലാക്കും പകുതി റെഡും ആണ്. അതായത് നമ്മൾ 4 ചിഹ്നം ഉള്ളതിൽ 2 എണ്ണം എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും, 2 എണ്ണം എപ്പോഴും ചുവപ്പായിരിക്കും, റെഡ് കളർ ആയിരിക്കും. അപ്പൊ E3 എന്ന് പറയുന്നത് കാർഡ് ബ്ലാക്ക് ആണെങ്കിൽ ആ നമ്പർ ഓഫ് E3, അതായത് ബ്ലാക്ക് കാർഡുകളുടെ എണ്ണം എത്രയാണ്? നമ്മൾ 52ന്റെ പകുതിയും ബ്ലാക്ക് പകുതി റെഡ് ആണ്. 52ന്റെ പകുതി 26. ആ 26 എണ്ണം ബ്ലാക്കും 26 റെഡും ആണുള്ളത്. അപ്പൊ ഈ കാർഡ് ഈസ് റെഡ് എന്ന് ചോദിച്ചിരുന്നെങ്കിലും അതിന്റെ നമ്പറും 26 തന്നെ ആയിരുന്നു. അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? പ്രോബബിലിറ്റി ഓഫ് E3 is equal to 26 divided by 52, which is equal to 1/2. അഞ്ചാമത്തത്, a fair coin with 1 marked on one face and 6 on the other and a fair die are both tossed. Find the probability that sum of the numbers that turn up is 3. First question. Second question 12. മീനിങ് എന്ന് പറയുന്നത് ഇവിടുത്തെ റാൻഡം എക്സ്പെരിമെന്റ് ഒരു ഫെയർ കോയിനും ടോസ് ചെയ്തു, ഒരു ഫെയർ ഡൈയും ടോസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഫെയർ എന്ന് വിളിച്ചിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഫെയർ കോയിൻ വിത്ത് 1 മാർക്ഡ് ഓൺ വൺ ഫേസ് ആൻഡ് 6 മാർക്ഡ് ഓൺ ദ അതർ. അപ്പൊ കോയിന്റെ കേസിൽ ഹെഡും ടെയിലും അല്ല, ഇവിടെ 2 നമ്പേഴ്സ് ആണ്. അപ്പൊ നമ്മൾ കോയിൻ ടോസ് ചെയ്താണെങ്കിൽ 2 ഹെഡും ടെയിലും അല്ല കിട്ടുന്നത്, നമ്പേഴ്സ് ആണ്. ഒരു സ്ഥലത്ത് 1 എന്നും ഒരു സ്ഥലത്ത് 6 എന്നും മാർക്ക് ചെയ്തിരിക്കുന്നു. അതേപോലെ നമ്മൾ ആ സമയത്ത് ഒരു ഫെയർ ഡൈയും കൂടി ടോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് 6 പോസിബിലിറ്റീസ് ആണ് കിട്ടുന്നത്. ഓക്കെ, 6 പോസിബിലിറ്റീസ് 1 2 3 4 5 6. അപ്പൊ സാമ്പിൾ സ്പേസ് കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു സെറ്റ് 1 6ഉം അതിന്റെയും സെറ്റ് 1 2 3 4 5 6 ഇതിന്റെയും കൂടി ക്രോസ് പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതി നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒന്ന് എഴുതാം. ചെറിയ നമ്പേഴ്സ് കുറച്ചേ ഉള്ളതുള്ളൂ, നമുക്ക് എഴുതാം. 1 1 എത്ര എലിമെന്റ്സ് ഉണ്ടാകും? ഇത് 2, ഇത് 6. അപ്പൊ 12 എലിമെന്റ്സ് ടോട്ടൽ ഉണ്ടാകും. 1 1 1 2. അപ്പൊ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ 1 വന്നാൽ അത് വെച്ച് തന്നെ 1 to 6 വരെ, 1 1 1 2 1 3 1 6 വരെ. അതുപോലെ അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ 6 ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 6 വെച്ചിട്ടുകൊണ്ടും ഇതേപോലെ തന്നെ വരാം. ആദ്യത്തെ കോയിന്റെ കോയ്സ് ഈ പ്ലേസ്, അതുപോലെ ഫെയർ ഡൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ പ്ലേസ് 6 1 6 2 6 3 6 6 വരെ കിട്ടാം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ടേൺ അപ്പ് ഈസ്, അതായത് ഈ ഓരോ പെയറിലെയും സം ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് 3 ആകണം. അതാണ് ഫസ്റ്റ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എഴുതാം, ലെറ്റ് E1 be the event that ഈ ഒരു പടമൊന്നും നിങ്ങൾക്ക് അറിയാമെങ്കിൽ വരയ്ക്കണമെന്നില്ല, അറിഞ്ഞൂടെങ്കിൽ സൈഡിലോട്ട് വരച്ചോളുക. ഡയറക്റ്റ് നമുക്ക് സാമ്പിൾ സ്പേസ് എഴുതി തുടങ്ങാം. Let E1 be the event that sum of the numbers that turn up is 3. That turn up is 3. Then n of E1, അല്ലെങ്കിൽ നമുക്ക് E1 ആദ്യം ഒന്ന് എഴുതി നോക്കണം, കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. ഡയറക്റ്റ് എല്ലാം എഴുതാൻ പറ്റും, എന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആവണമെങ്കിൽ E1 ഒന്ന് എഴുതി നോക്കാം. അതായത് ഈ നമുക്ക് ഈ പെയറിന്റെ സം 3 വരുന്ന കേസ്. പിന്നെ ഒരൊറ്റ കേസ് മാത്രമേ കാണുന്നുള്ളൂ, ഈ 1 2 എന്ന കേസ് അല്ലെ. അതിന്റെ പെയറിന്റെ സം എടുത്താൽ നമുക്ക് 3 വരും, ബാക്കി ഒന്നിലും അത് അങ്ങനെ കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് E1 is equal to അതിന്റെ നമ്പർ 1 ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്പേസിലെ എണ്ണം, ദാറ്റ് ഈസ് 12. 1/12 is the required probability. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എഴുതാം. 12 ആണ് അവിടെ സം ആയിട്ട് വരേണ്ടത്. നമുക്ക് ഈ ഒരു സാമ്പിൾ സ്പേസിൽ നിന്ന് 12 വരുന്ന ഒരൊറ്റ കേസ് മാത്രമേ കാണുന്നുള്ളൂ, ദാറ്റ് ഈസ് 6 6 എന്ന കേസ്. അത് സെയിം പ്രോബബിലിറ്റി തന്നെയാണ് ഇവിടെയും വരുന്നത്, 1/12. Sixth question, there are 4 men and 6 women on the city council. If one council member is selected for a committee at random, how likely is that it is a woman? അപ്പൊ നമുക്ക് നമ്മളിത് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന ചാപ്റ്ററിൽ കണ്ടിട്ടുള്ളതാണ്. സെലക്ട് ചെയ്യുന്ന കാര്യം അല്ലെ. സെലക്ട് ചെയ്യുമ്പോൾ നമ്മളത് കോമ്പിനേഷൻ ആണ് പറയുന്നത്, CR വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. 4 men and 6 women. That is 4 men 6 women in a city council. 4 മെന്നും 6 women ഉണ്ട്. അതിനകത്ത് നിന്ന് നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യണം അല്ലെ. സെലക്ടഡ് ഫോർ എ കമ്മിറ്റി അറ്റ് റാൻഡം.
how likely what is the probability എന്നാണ് മീനിങ്. how likely is it that it is a woman? ഇതൊരു വുമൻ ആകാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ എത്രമാത്രം ലൈക്ക് ഉണ്ട് ഇത് വുമൻ ആകാനുള്ള ചാൻസ് എത്ര ഉണ്ട്. അപ്പൊ നമുക്കിവിടെ ടോട്ടൽ നമ്പർ എത്രയാണ്? ടോട്ടൽ നമ്പർ അതാണല്ലോ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു വരുന്നത്. നമുക്ക് എന്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ആ പ്രോബബിലിറ്റിയുടെ ബേസിക് ഡെഫിനിഷനിലേക്ക് പോകാം. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി? എനി പ്രോബബിലിറ്റിയുടെ എന്താണ് ഡെഫിനിഷൻ പഠിച്ചത്? പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് അല്ലെ, നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അവിടെ വേറെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, സെലക്ട് ചെയ്യുന്നതോ വേറെ ഒന്നും അറിയണ്ട, എത്ര മെൻ ഉണ്ടെന്നോ ഒന്നും അറിയണ്ട. ഈ ഒരു പ്രോബബിലിറ്റി, ഏത് പ്രോബബിലിറ്റി? ഇതൊരു വുമൻ ആകാനുള്ള പ്രോബബിലിറ്റി മാത്രം നമുക്ക് ചെയ്താൽ മതി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് അറിയണം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ടോട്ടൽ ഒന്ന് നോക്കാം. ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ 10 പേരുണ്ട്. 10ൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഒരാളെ സെലക്ട് ചെയ്യുന്നു. ടോട്ടൽ നമ്പർ ഇസ് ഈക്വൽ ടു 10 എന്ന് കൊടുത്താൽ നമ്മൾ നേരത്തെ 52 കാർഡ്സിൽ നിന്ന് എന്തെടുത്തു? ഒരു കാർഡ് എടുത്തു. അങ്ങനെ ഒരു സെലക്ഷൻ നടത്തിയപ്പോൾ നമ്മൾ അവിടുത്തെ 52 ആണ് ടോട്ടൽ ആയിട്ട് പറഞ്ഞത് അല്ലെ. അപ്പൊ ടോട്ടൽ നമ്പർ ഇസ് 10. ഇനി വേണ്ടത് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ്. ഈ ഫേവറബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്ര വിമൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് നമ്പർ ഓഫ് വിമൻ, that is 6. ഇനി നമുക്ക് 2 കിട്ടിക്കഴിഞ്ഞാൽ എത്ര വിമൻ ഉണ്ട്? 6 പേരുണ്ട്. അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി that is a woman is 6/10. that is 2 കൊണ്ടുകൂടെ ഡിവൈഡ് ചെയ്യാം 3/5. 3/5 is the required probability. ഇത് ഒരാളെ സെലക്ട് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായതാണ്. ഇനി 2 പേരെയാണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ നമ്മളത് സെലക്ഷനിലേക്ക് പോകണം. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ന് പറയുന്നത് 10 അല്ല, 10C2 ആണ്. 2 പേരെ ആയിരുന്നുവെങ്കിലാണ് പറയുന്നത്. നമ്മൾ സെലക്ഷൻ പഠിച്ചില്ലേ, 10C2 ആണ് ടോട്ടൽ നമ്പർ ഓഫ് കേസസ് വരുന്നത്. അതുപോലെ നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എങ്ങനെ വന്നേനെ? 6 വിമൻ ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ 2 പേരെ സെലക്ട് ചെയ്യുന്നു. 6C2 വന്നേനെ ഫേവറബിൾ കേസ്. ഇതുപോലെ കാൽക്കുലേഷനിൽ വ്യത്യാസം വരും. അപ്പൊ അത് ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഇവിടുത്തെ ആൻസർ 3/5. 8th question. 3 coins are tossed once. Find the probability of getting 3 heads, 2 heads, at least 2 heads, at most 2 heads. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇവന്റ് ഡിഫൈൻ ചെയ്യുക. അതിനെ ഒന്ന് ഈ തന്നിരിക്കുന്ന പോലെ ഇവന്റ് ഡിഫൈൻ ചെയ്യുക. അതിനൊന്ന് റോസ്റ്റർ ഫോമിൽ എഴുതുക. നമ്പർ കണ്ടുപിടിക്കുക. നമ്പർ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ്. ഇവിടുത്തെ ടോട്ടൽ നമ്പർ എത്രയാണ്? 3 coins are tossed once. 3 കോയിൻ ടോസ് ചെയ്തു. ഓരോ പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോഴും അവിടെ 2 ആണ് ഒരു സാമ്പിൾ സ്പേസിന്റെ എണ്ണം. അപ്പൊ നമ്മൾ 3 പ്രാവശ്യം കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2⁻³ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 8 ആണ്. 8 എണ്ണം ഉണ്ടാകും. അപ്പൊ 3 ഹെഡ് വരാനുള്ള പോസിബിലിറ്റീസ് ഒരെണ്ണവേ ഉള്ളൂ അല്ലെ. E1 ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് എഴുതാം, നോട്ട്സ് ഒക്കെ എഴുതാം. ലെറ്റ് E1 be the event that we get 3 heads. E1 is equal to H എന്നൊരൊറ്റ പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ. അതിന്റെ പ്രോബബിലിറ്റി എഴുതുമ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി is equal to നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഒരെണ്ണവേ ഉള്ളൂ 1. ടോട്ടൽ നമ്പർ ഓഫ് കേസസ് 8. 1/8 ആണ് നമുക്ക് ഫസ്റ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ E2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇവന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഗെറ്റിംഗ് 2 ഹെഡ്സ്. അപ്പൊ നമ്മളതൊന്ന് എഴുതി നോക്കുവാണെങ്കിൽ 3 എണ്ണമാണ്, 3 പ്ലേസ്, 3 കോയിനാണ് ടോസ് ചെയ്തേക്കുന്നത്. അപ്പൊ 2 ഹെഡ് വരാനുള്ള പോസിബിലിറ്റി HHT. നമ്മളിവിടെ T ലാസ്റ്റ് പ്ലേസിലാണ് എഴുതിയത്. ഇനി T ഫസ്റ്റ് പ്ലേസിൽ എഴുതാം. THH. അതുപോലെ T നടുക്ക് എഴുതാം. HTH. ഈ 3 കേസാണ് വരുന്നത്. അതിന്റെ പ്രോബബിലിറ്റി ഓഫ് E2 എന്ന് പറയുന്നത് അതിലെ നമ്പർ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഈസ് 8. 3/8 ആണ്. അങ്ങനെ അത് അടുത്തതും കൂടെ നോക്കാം. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? 2 എങ്കിലും. ഈ അറ്റ്ലീസ്റ്റ്, അറ്റ്മോസ്റ്റ് എന്നുള്ളത് പ്രോബബിലിറ്റിയിലെ സ്ഥിരം വാക്കുകളാണ്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര എങ്കിലും, അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടം വരെ. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഹെഡ് വരെ. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സിനകത്ത് 2 എങ്കിലും എന്ന് പറഞ്ഞാൽ 2 or 3, 2 അല്ലെങ്കിൽ 3 ഹെഡ്. അപ്പൊ 2 ഹെഡ്, ഇത് ഈ ഒരു കേസും ഇത്രയും 3 കേസും വരും. ഈ ഒരു 3 ഹെഡിന്റെ കേസും കൂടി വരും. അപ്പം നമുക്ക് വരുന്ന ഈ 3 ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ HHT, THH, HTH ആൻഡ് HHH.
4 4/8 ആണ് അതിന്റെ ആൻസർ. ദാറ്റ് ഈസ് 1/2. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് 2 വരെ വരാവൂ. അതായത് 0 വരാം, 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ നമ്മൾ എഴുതിയിട്ട് അതിന്റെ നമ്പർ കൊണ്ട് 8നെ ഡിവൈഡ് ചെയ്യുക, അതായത് 8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാൻ സാധിക്കും. 9th question അതുപോലെ എഴുതാം. If 2/11 is the probability of an event, what is the probability of the event not A? A എന്ന ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി, ഇവിടെ എ എന്നൊരു നമ്പർ ഉണ്ട്. എ എന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി 2/11 ആണെങ്കിൽ നോട്ട് എയുടെ എന്തായിരിക്കും? നേരത്തെ പറഞ്ഞു 1 - P of A ആയിരിക്കും. ദാറ്റ് ഈസ് 1 - 2/11 which is equal to 9/11. 10th question. A letter is chosen at random from the word assassination. Find the probability that the letter is a vowel or a consonant. അപ്പോൾ ഇത് നമ്മൾ ഇത് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ അവിടെ പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ ചെയ്തതാണ്. അതുപോലെ ഒന്നും പാടുള്ള അത്രയും ബുദ്ധിമുട്ട് പോലും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണിത്. അസാസിനേഷനിലെ ടോട്ടൽ നമ്പർ ആണ്, ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് ആണ്, അതായത് 13 എണ്ണമാണ് ഇവിടുത്തെ ടോട്ടൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 6 വവൽസ് ഉണ്ട്. അപ്പൊ വവൽ ആകാനുള്ള ചാൻസ് 6/13ഉം അതുപോലെ കൺസണന്റ് ആകാനുള്ള കേസ് കൺസണന്റ് 7 എണ്ണം ഉണ്ട്. 6 7 13 ലെറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. കൺസണന്റ് ആകാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7/13 ആണ്. Eleventh question. In a lottery, a person chose 6 different natural numbers at random from 1 to 20. And if these 6 numbers match with the 6 numbers already fixed by the lottery committee, he wins the prize. What is the probability of winning the prize in the game? അപ്പോൾ ഇത് നമ്മളിത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ചോദ്യം കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുമെങ്കിലും ഒരു ലോട്ടറിയിൽ ഒരു പേഴ്സൺ ചോസ് 6 നമ്പർ. നമ്മളൊരു ലോട്ടറി എടുക്കാൻ പോവാണ്. നമ്മൾ ലോട്ടറിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. അതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു 6 നമ്പർ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്പർ, ഈ 6 നമ്പർ, അതിന്റെ ഓർഡർ ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ 7 എടുത്തു കഴിഞ്ഞാൽ പിന്നെ 4 എടുക്കാം. അങ്ങനെ ഒരു 6 നമ്പർ എടുക്കുക. 1നും 20നും ഇടയിലുള്ള 6 നാച്ചുറൽ നമ്പേഴ്സ്, 6 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഓൾറെഡി ഒരു ലോട്ടറി കമ്മിറ്റി ഒരു സെറ്റ് ഇതേപോലെ 6 നമ്പേഴ്സിന്റെ ഒരു സെറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഓർഡർ ഒന്നും വിഷയമല്ല. 6 നമ്പേഴ്സിന്റെ ഒരു കോംബോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സപ്പോസ് 2 3 20 ആൻഡ് 1 ഇനി 2 നമ്പേഴ്സും കൂടി വേണം, 7 11. ഇങ്ങനെ ഒരു കോംബോ ലോട്ടറി കമ്മിറ്റി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പർ ആണെന്ന്, നമ്പർ ഓഫ് സെറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നമ്മളും കൂടി നമ്മുടെ അടുത്ത് പറയാണ് ഒരു 6 നമ്പർ, ഇത് നമുക്ക് അറിയത്തില്ല, ഈ നമ്പർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അറിയില്ല. നമ്മുടെ അടുത്ത് പറയുന്നു 1 to 20 നമ്പേഴ്സിൽ 6 നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ വന്നിട്ട് 6 നമ്പേഴ്സ് സെലക്ട് ചെയ്ത് വീണ്ടും ഒരു കോംബോ ഉണ്ടാക്കുന്നു. ഈ കോംബോയും നേരത്തെ അവർ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുമായിട്ട് മാച്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് വിൻ ദ പ്രൈസ്, പ്രൈസ് കിട്ടുന്നു. അതാണ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പ്രൈസ് കിട്ടാനുള്ള ചാൻസ്, അതായത് ഇതും കൂടി മാച്ച് ആകാനുള്ള ചാൻസ് എന്താണ്, പ്രോബബിലിറ്റി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എഴുതുന്നു നമ്പർ ഓഫ് ഫേവറബിൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ബേസിക് ഡെഫിനിഷനിൽ നിന്ന് വരുന്നതാണ് അല്ലെ. നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാം ടോട്ടൽ നമ്പറിന് എഴുതാം. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്പർ എന്നതിന് നമ്പർ ഓഫ് ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സെറ്റേ ഉള്ളൂ. നമ്മൾ 6 നമ്പേഴ്സ് സെലക്ട് ചെയ്യുന്നെങ്കിൽ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അതിനകത്ത് ഒരെണ്ണം മാറിക്കഴിഞ്ഞാൽ അത് വേറൊരു സെറ്റായി മാറും. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഒന്നേ ഉള്ളൂ, ഒരു സെറ്റുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് എന്ത് വരും? ടോട്ടൽ നമ്പർ അവിടെ എന്താണ് നടക്കുന്നത്? 20 എണ്ണത്തിൽ നമ്മൾ നേരത്തെ 52 കാർഡിൽ നിന്ന് 1 എടുത്തു, 52 ആണ് ടോട്ടൽ എടുത്തത്. നമ്മൾ പറഞ്ഞിരുന്നു 10 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് 10C2 എന്നാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. 2 പേരെയാണ് സെലക്ട് ചെയ്തിരുന്നതെങ്കിൽ 10C2 എന്നാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരാളെ സെലക്ട് ചെയ്തോളൂ, അതുകൊണ്ട് നമ്മൾ 10 തന്നെ എടുത്തു. 10C1 എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഇവിടെ 20 നമ്പേഴ്സിൽ നിന്നും 6 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ 20C6 അതാണ് ടോട്ടൽ നമ്പർ. അതിന്റെ പ്രോബബിലിറ്റിയുടെ ആൻസർ ഇതാണ് 1/20C6. അപ്പൊ ഇതൊന്ന് ഡിവൈഡ് ചെയ്തൊക്കെ എഴുതാൻ 20 into
19 into 18 into 17 into 16 into 15 divided by 1 to 6. അപ്പോൾ അത് മുകളിൽ പോവും. വീണ്ടും 1 into 2 into 3 into 4 into 5 into 6 ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു പ്രോബബിലിറ്റിയിലേക്ക് എത്താനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1/38760. Just the required probability. 12th question. Check whether the following probabilities P of A and P of B are consistently defined. ഇപ്പോൾ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്, P of Aയുടെയും P of A intersection B. അപ്പോൾ ഇത് കൺസിസ്റ്റന്റ്ലി ഡിഫൈൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അതായത് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമ്മളിത് ഇക്വേഷൻ പഠിച്ചിരുന്നു. P of A union B is equal to P of A plus P of B minus P of A intersection B എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് അത് വാലിഡ്, അത് ഉപയോഗിച്ചിട്ടാണ് ഇത് വാലിഡ് ആണോ ഇല്ലയോ നോക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. P of A equal to 0.5, P of B equal to 0.7, P of A intersection B is equal to 0.6. അപ്പോൾ ഈ ഒരു ഡേറ്റ വാലിഡ് ആണോ എന്നാണ് നോക്കേണ്ടത്. നമുക്കൊരു P of A union B എഴുതി നോക്കാം. That is 0.5 plus 0.7 അല്ലെ, P of A plus P of B minus P of A intersection B. അപ്പോൾ ഇതിനകത്തൊന്നും നെഗറ്റീവ് ഒന്നും കിട്ടില്ല. ദാറ്റ് ഈസ് 1.2 മൈനസ് 0.6 വരും. ആൻസർ ഈസ് 0.6 ആണ് അഗൈൻ വരുന്നത്. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതായത് A ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.6 ആണ്. പക്ഷേ P of Aയുടെ പ്രോബബിലിറ്റി 0.5 ആണ്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് സെറ്റുകൾ എയും ബിയും സെറ്റ്, അതിനകത്ത് എയുടെ പ്രോബബിലിറ്റി, അതായത് എയിലെ നമ്പർ ഓഫ് എലിമെന്റ്സ് എന്ന് ഉദ്ദേശിക്കുക, മനസ്സിൽ കാണുക. എയിലെ നമ്പർ ഓഫ് എലിമെന്റ്സ് എ ഇന്റർസെക്ഷൻ ബിയിലെ നമ്പർ ഓഫ് എലിമെന്റ്സിനെയും കാട്ടി കൂടുതലായിരിക്കണം അല്ലെ, ഇതായിരിക്കണം കുറവ്. എ ഇന്റർസെക്ഷൻ ബിയിലെ നമ്പർ ഓഫ് എലിമെന്റ്സ് ആയിരിക്കും കുറവ്. അതുപോലെ എ ഇന്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി ആയിരിക്കും കുറവ്, പ്രോബബിലിറ്റി ഓഫ് എയേക്കാളും പ്രോബബിലിറ്റി ഓഫ് ബി യെക്കാളും. പക്ഷെ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ 0.5 ആണ്, ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.6 ആണ്. അപ്പൊ ഈ ഒരു മെത്തേഡ് നമുക്ക് എഴുതണ്ട. ഈ ഒരു മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്താണ് ശരിയാണോ എന്ന്. ഇതിനകത്ത് മിസ്റ്റേക്ക് ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷെ നമുക്ക് ഇതുപോലെ എഴുതാം. P of A intersection B, P of A intersection B always less than or equal to P of A. But here P of A intersection B greater than P of A, which is not possible since hence this set of probabilities is not valid or is not consistently defined. Okay, അടുത്തത് P of A, P of B, P of A union B. യൂണിയൻ ബി എപ്പോഴും രണ്ടിനെയും കാട്ടി വലുതായിരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ഉണ്ട്. ഇനി P of ആ ഇക്വേഷനിൽ കൂടി ഇട്ടൊന്ന് നോക്കാം. P of A intersection Bയുടെ ഇക്വേഷൻ, P of A plus P of B minus P of A union B. A union B ഇപ്പുറത്തുള്ളത് അങ്ങോട്ടും മാറ്റിയെന്നേ ഉള്ളൂ. ആ ഇക്വേഷൻ P of A union B is equal to എന്നുള്ള ഇക്വേഷൻ തന്നെയാണിത്. is equal to P of A എന്ന് പറഞ്ഞാൽ 0.5, 0.4 minus 0.8 is equal to 0.1 ആണ് ആൻസർ വരുന്നത്. ഈ 0.1 എന്ന് പറയുന്നത് ഇപ്പോൾ P of A കാട്ടി ചെറുതാണ്, P of B കാട്ടി ചെറുതാണ്. അതുപോലെ നെഗറ്റീവ് ഒന്നും വന്നില്ല. നമുക്ക് ഇന്റർസെക്ഷൻ 0.1 എന്ന് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് വിച്ച് ലൈസ് ഇൻ, അതൊരു ലെസ് ദാൻ 1 എന്നുള്ളൊരു കേസ് ആയതുകൊണ്ടും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ്, ബാക്കി എല്ലാ പ്രോബബിലിറ്റിയുടെ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നു എന്നതുകൊണ്ടും നമുക്ക് പറയാം ഇതൊരു വാലിഡ് കണ്ടീഷൻ ആണ്, വാലിഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ ദീസ് പ്രോബബിലിറ്റീസ് ആർ കൺസിസ്റ്റന്റ്ലി ഡിഫൈൻഡ് എന്ന് പറയാം. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഫില്ലപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. P of A തന്നിട്ടുണ്ട്, P of B ഉണ്ട്, ഇന്റർസെക്ഷൻ B ഉണ്ട്, P of A യൂണിയൻ B ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ഡേറ്റാസ് ഇല്ല. അത് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഇതേ ഇക്വേഷൻ ഇട്ട് തന്നെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് 14th one. P of A തന്നിട്ടുണ്ട്, P of B ഉണ്ട്. ഫൈൻഡ് P of A or B. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണെന്നറിയാം. P of A യൂണിയൻ B ഇക്വേഷൻ ഉപയോഗിക്കുക. A and B are mutually exclusive എന്നും പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലൂസീവിന്റെ മീനിങ് ഡിസ്ജോയിന്റ് എന്നാണ്. അത് ഡിസ്ജോയിന്റ് ആകുമ്പോൾ ഇന്റർസെക്ഷൻ ബിയിലെ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അപ്പൊ ആ ഇക്വേഷനകത്ത് ഇന്റർസെക്ഷൻ P of A ഇന്റർസെക്ഷൻ B എന്നുള്ളത് 0 കൊടുത്തുകൊണ്ട് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. 14th ആൻസർ വരുന്നത് 4/5. P of E or F. ഈ ഓർ എഫ് എന്ന് പറഞ്ഞത്, അതായത് 15ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇയും എഫും തന്നിട്ടുണ്ട്, അതിന്റെ പ്രോബബിലിറ്റി ഉണ്ട്. ഇ ആൻഡ് എഫ്, ഈ ഇന്റർസെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് P of or F, PE or F. അപ്പൊ
അപ്പോൾ ഈ യൂണിയൻ എഫ് ആണ് കാണേണ്ടത്. അതായത് നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ അടുത്തത് പി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. നമ്മളിത് പറഞ്ഞതാണ്. നോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇ കോംപ്ലിമെന്റ് ആൻഡ് ഇന്റർസെക്ഷൻ നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോംപ്ലിമെന്റ്. അപ്പം ഇത് വരുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഡാഷ് ഇന്റർസെക്ഷൻ എഫ് ഡാഷ്. അത് ഡി മോഗൻസ് ലോ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇ യൂണിയൻ എഫ് ദ ഹോൾ ഡാഷ്, അതായത് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എഫ്. അത് യൂണിയൻ എഫ് നമ്മുടെ കയ്യിൽ നേരത്തെ ഉണ്ട് അല്ലേ. ഈ യൂണിയൻ എഫ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മൈനസ് ചെയ്താൽ ഇതിന്റെ ആൻസറും കിട്ടും. ആൻസേഴ്സ് വരുന്നത് 15th ആൻസേഴ്സ് വരുന്നത് 5/8 ആണ് ആദ്യത്തെ ആൻസർ. അതിന് 1 മൈനസ് ചെയ്യുമ്പോൾ 3/8 ആണ് രണ്ടാമത്തെ ആൻസർ ആയിട്ട് വരുന്നത്. 16th ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് പി ഓഫ് നോട്ട് ഇ ഓർ നോട്ട് എഫ് എന്ന് പറയുന്നത് 0.25 ആണ്. അങ്ങനെയാണെങ്കിൽ ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ അല്ലയോ? സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ അല്ലെ. ഈവൻസ് ഇ ആൻഡ് എഫ് ആർ സച്ച് ദാറ്റ് പി നോട്ട് ഇ ഓർ നോട്ട് എഫ് ഈക്വൽ ടു 0.25. സ്റ്റേറ്റ് വെദർ ഇ ആൻഡ് എഫ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് മീനിങ് എന്താണ്? ഇന്റർസെക്ഷൻ നൾ സെറ്റ് ആണോ അല്ലെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി 0 ആണോ എന്നൊക്കെയാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കാം. ഇത് പി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞത് ഇ കോംപ്ലിമെന്റ് ഇ ഡാഷ് ആണ്. ഓർ ദാറ്റ് ഈസ് യൂണിയൻ നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഈക്വൽ ടു 0.25 ആണ്. വിച്ച് ഇംപ്ലൈസ് ഇത് നമ്മൾ ഡി മോഗൻസ് ലോ വെച്ച് ഒറ്റ ഇതാക്കുന്നു. ഈ ഇന്റർസെക്ഷൻ എഫ് ദ ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു 0.25, which implies 1 minus probability of P of E intersection F. കോംപ്ലിമെന്റ് അങ്ങ് മാറ്റുന്നു, 1 മൈനസ് എഴുതുന്നു, 0.25, which implies ഇതിന്റെ വാല്യൂ ഇപ്പൊ എന്തായിരിക്കും? P of E intersection F ന്റെ വാല്യൂ വരുന്നത് 0.75 ആണ്. നമുക്ക് 0 ആണെങ്കിലാണ് ഇയും എഫ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയത് 0.75, that is not equal to 0. Hence E and F are not mutually exclusive. 17th ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. എ ആൻഡ് ബി ആർ ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് എ, പി ഓഫ് ബി, പി ഓഫ് എ ആൻഡ് ബി. ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, അത് ഇത്രയും തന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് യൂണിയൻ കണ്ടെത്താം. പി ഓഫ് എ ഓർ ബി ചോദിച്ചിട്ടുണ്ട്, അതാണ് യൂണിയൻ. അത് ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇനി രണ്ടെണ്ണം എക്സ്ട്രാ ചോദിച്ചിരിക്കുന്നത് പി ഓഫ് നോട്ട് എ. നോട്ട് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് 1 മൈനസ് പി ഓഫ് എ, ദാറ്റ് ഇസ് 1 മൈനസ് 0.42. അതുപോലെ പി ഓഫ് നോട്ട് ബി എന്ന് പറയുന്നത് 1 മൈനസ് പി ഓഫ് ബി, ദാറ്റ് ഇസ് 1 മൈനസ് 0.48. അപ്പൊ ഇത് വെച്ച് 3 കാര്യങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. 18th ക്വസ്റ്റ്യൻ സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. അവിടെ നമ്പർ പറഞ്ഞു, ഇവിടെ പെർസെന്റേജ് പറഞ്ഞിരിക്കുന്നു. പെർസെന്റേജ് വെച്ചുകൊണ്ട് നമുക്ക് ഡിവൈഡ് ബൈ 100 ആണ്. അത് നമ്പർ വേണമെങ്കിൽ 40 അങ്ങ് എടുക്കാം. 40% എന്ന് പറഞ്ഞാൽ 40/100 ആയതുകൊണ്ട് നമ്പർ നമുക്ക് 40 ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ പ്രോബബിലിറ്റി എടുക്കേണ്ടത് 40/100, ദാറ്റ് ഈസ് 0.4. അതാണ് ഇവിടുത്തെ പ്രോബബിലിറ്റി. അപ്പൊ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. മാത്തമാറ്റിക്സിന് 40% കുട്ടികൾ പഠിക്കുന്നു. അതുപോലെ ബയോളജി പഠിക്കുന്നത് 30% ആണ്. അപ്പൊ പി ഓഫ് ബി എന്ന് പറയുന്നത് 0.30 ആണ്. അതുപോലെ 10% ഓഫ് ദ ക്ലാസ് സ്റ്റഡി ബോത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ബയോളജി. പി ഓഫ് എം ഇന്റർസെക്ഷൻ ആൻഡ് ഉള്ളതുകൊണ്ട് ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു 0.10 എന്ന് പറയാം. ഇഫ് എ സ്റ്റുഡന്റ് is selected at random from the class, find the probability that he will be studying mathematics or biology. അപ്പൊ എം യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അപ്പൊ ഇക്വേഷൻ കൊടുക്കാം. പി ഓഫ് എം പ്ലസ് പി ഓഫ് ബി മൈനസ് P of M intersection B, that is 0.4 plus 0.3 minus 0.1 is equal to 0.60. That is 60% people. People ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, find the probability എന്നാണ്. അപ്പോൾ 0.60 എന്നായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. 19th ക്വസ്റ്റ്യനും സെയിം ടൈപ്പ് ആണ്. ഇവിടെ ഒരു വാക്കുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചോളാം. The probability of randomly choosing a student passing the first examination. അപ്പോൾ ഫസ്റ്റ് എക്സാമിനേഷൻ നമുക്ക് എ എന്നും സെക്കൻഡ് എക്സാമിനേഷൻ ബി എന്നും എടുത്താൽ P of A equal to 0.8, P of B equal to 0.7. പിന്നുള്ള വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. The probability of passing at least one of them. At least one of them എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഏതെങ്കിലും ഒന്ന് പാസ്സാകാനുള്ള ചാൻസ്, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഏതെങ്കിലും ഒന്ന് എന്നുള്ള മീനിങ് നമ്മൾ ഓർ ഇട്ടാണ് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ആണെങ്കിൽ രണ്ടും വരണമായിരുന്നു. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് പാസിംഗ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, അതായത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു 0.95.
നമുക്ക് എ ഇന്റർസെക്ഷൻ പാസിംഗ് ബോത്ത് അതിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതേപോലെ ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാം. Same day question ആണ് നെക്സ്റ്റും. The probability that a student will pass final examination both English and Hindi, that is P of E intersection H is 0.5 and the probability of passing neither is 0.1. neither എന്താണെന്ന് നോക്കാം. ഇംഗ്ലീഷും ഹിന്ദിയും അല്ല, രണ്ടുമല്ല. ദാറ്റ് ഈസ് ഇ ഡാഷും ആണ്, അതുപോലെ ഹിന്ദിയുടെ എച്ച് ഡാഷും ആണ്. ഇത് രണ്ടുമല്ല എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആൻഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇന്റർസെക്ഷൻ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതുപോലെ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യാം. ഇ യൂണിയൻ എച്ച് ദ ഹോൾ ഡാഷ് ദാറ്റ് ഈസ് 1 മൈനസ് പി ഓഫ് ഇ യൂണിയൻ എച്ച് തന്നിട്ടുണ്ട്. 0.1 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും 0.9 എന്ന് കിട്ടും. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് the probability of passing the English examination P of E is 0.75. What is the probability of passing P of H? ഇപ്പൊ നമ്മുടെ കയ്യിൽ A യൂണിയൻ ഉണ്ട്, ഇന്റർസെക്ഷൻ ഉണ്ട്, അതുപോലെ P of E ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് P of H ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലാസ്റ്റ് വൺ. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം. In the class of 60 students, 30 opted NCC, 32 opted NSS, 24 opted both. അപ്പോൾ നമുക്ക് NCCക്ക് C എന്നും NSSന് S എന്നും കൊടുത്ത് ഇതേപോലെ തന്നെ നമുക്കിത് ചെയ്തു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ C യൂണിയൻ S, സെക്കൻഡ് വൺ നെയ്തർ C nor S, അതായത് C കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ S കോംപ്ലിമെന്റ്. മൂന്നാമത്തത് NCC but not NSS, S intersection C complement.